മിഥുൻ എന്ന 13കാരൻ ചേതനയറ്റ അവൻ്റെ ശരീരത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. അമ്മ സുജ വിദേശത്തു നിന്ന് നെടുമ്പാശ്ശേരിയിലെത്തി ഓടിയണഞ്ഞു മകൻ്റെ അവസാനവട്ട ചുംബനം നൽകാനായി. അതിൻ്റെ ഏറ്റവും ദുഃഖാർദ്ധമായ നിമിഷങ്ങളിലൂടെയാണ് തേവലക്കര വീട് കടന്നു പോകുന്നത്. എല്ലാ അർത്ഥത്തിലും നാടിനെ വേദനയാക്കിയുള്ള കടന്നുപോക്കാണ് മിഥുൻ എന്ന 13കാരൻ. ഈ 13കാരൻ്റെ വിയോഗം ആ നാടിനെ അക്ഷരാർത്ഥത്തിൽ വേദനിപ്പിച്ചു. ഏതാണ്ട് 5 മണിയോടുകൂടിയാണ് സംസ്കാരം ഉണ്ടാവുക. വീട്ടുവളപ്പിൽ തന്നെ 5 മണിയോടുകൂടി മിഥുന് ചിതയൊരുക്കും. ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും മിഥുൻ്റെ മൃതദേഹം കൊണ്ടുവരുന്ന ഘട്ടങ്ങളിലൊക്കെ തേവലക്കരയിലെത്തും വരെ റോഡിൻ്റെ ഇരുവീഥികളിലും വൻ ജനാവലിയാണ് മിഥുന് അന്ത്യോപചാരം അർപ്പിക്കാനായി കാത്തുനിന്നതും അന്ത്യാഞ്ജലി അർപ്പിച്ചതും. അതിനുശേഷം തേവലക്കരയിലെ സ്കൂൾ ഓടി നടന്ന സഹപാഠികൾക്കൊപ്പം ഓടി നടന്ന ആ സ്കൂളിൽ സഹപാഠിക്ക് സഹായിക്കാനായി ഷീറ്റിന് മുകളിലേക്ക് ഇറങ്ങിയ ഘട്ടത്തിൽ വൈദ്യുതാഘാതം ഏൽക്കേണ്ടി വന്ന് പിടഞ്ഞു വീണ മിഥുൻ ഒരുപാട് സ്വപ്നങ്ങളുമായാണ് തേവലക്കര സ്കൂളിനെ അവൻ തിരഞ്ഞെടുത്തത്. അത് അമ്മുമ്മ പറയുന്നുണ്ടായിരുന്നു, മുത്തശ്ശി പറയുന്നുണ്ടായിരുന്നു. മറ്റൊരു സ്കൂളിലേക്ക്, അടുപ്പമുള്ള മറ്റൊരു സ്കൂളിലേക്ക് പോകാതെ ഇവിടേക്ക് തന്നെ എത്തിയത് അതെന്തിനാണ്? NCCയിൽ ചേർന്ന് കൂടുതൽ കാര്യങ്ങൾ അവൻ സങ്കല്പിച്ച അവൻ്റെ ലോകത്തിലേക്ക് നടന്നെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു. അതവൻ്റെ വരകളിലുമൊക്കെ പ്രതിഫലിച്ചിരുന്നു. ആ അർത്ഥത്തിൽ ഉള്ള ഒരു കുഞ്ഞുകൂടിയായിരുന്നു മിഥുൻ. നിരവധി സ്വപ്നങ്ങൾ, തൊഴിലാളി കുടുംബത്തിൽ പിറന്ന മിഥുൻ നിരവധി സ്വപ്നങ്ങൾ അത് വരകളിലൂടെയും വാക്കുകളിലൂടെയും ഒക്കെ അവൻ കാട്ടിയിരുന്നു. സഹപാഠികൾക്കൊപ്പം അവൻ ഓടിക്കളിച്ചും പഠിച്ചും അവൻ നിറഞ്ഞു നിന്നിരുന്നു. ആ സ്കൂളിലാണ് അല്പം മുമ്പ് പൊതുദർശനം നടത്തിയത്. പൊതുദർശനം നടക്കുന്ന വേളയിൽ അധ്യാപകരും സഹപാഠികളും മാത്രമല്ല, ആ നാടൊന്നാകെ അവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ അലകടലായി ഒഴുകിയെത്തുകയായിരുന്നു. എല്ലാവരും വേദനയോടെ കൂടിയാണ് അവന് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. അതിനുശേഷമാണ് വീട്ടിലേക്ക് ആ കുഞ്ഞു ശരീരം എത്തിച്ചത്. ഒരുപാട് മോഹങ്ങൾ, ഒരുപാട് ഭാവിയെ സംബന്ധിച്ച ആസൂത്രണങ്ങൾ ഒക്കെയും ആയിരുന്നു അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ. അത് ബോധ്യമാക്കാനുള്ള, അത് പ്രായോഗികമാക്കാനുള്ള വലിയ പരിശ്രമവും അവൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു.